Hello everyone, this is going to be a lecture on the short story War by Luigi Pirandello. ഇതൊരു കുഞ്ഞു കഥയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥ. പക്ഷേ ബിഫോർ വി ആക്ച്വലി ഗോ ഇൻ ടു ദി സ്റ്റോറി, ഇറ്റ്സ് എ വെരി ഈസി സ്റ്റോറി, ബട്ട് ഇറ്റ് ഈസ് ബീങ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. സോ അത് കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ലെറ്റ് us have a very basic introduction about our writer Pirandello, Luigi Pirandello. He's actually an Italian dramatist. We're actually not talking of any English writer. He's actually an Italian writer. ആളൊരു നോവലിസ്റ്റ് ആയിരുന്നു, പോയിറ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. ആൻഡ് വാസ് ഓൾസോ അവാർഡഡ് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അതായത് ഉള്ള റെക്കഗ്നേഷൻസിൽ ഏറ്റവും വലിയൊരു അവാർഡായ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്ത വ്യക്തിയാണ്. സോ യു ഷുഡ് ഇമാജിൻ ദ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹിസ് ടാലൻറ്റ് ആസ് എ റൈറ്റർ. ഹി റിസീവ് ദ പ്രൈസ് ഇൻ ദി ഇയർ 1934. ആൻഡ് സ്പെഷ്യലി ആളുടെ ഒരു ക്യാരക്ടർ ഫീച്ചർ, ശ്രദ്ധിക്കപ്പെടുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഹാഡ് ദിസ് മാജിക്കൽ പവർ ടു കൺവേർട്ട് സൈക്കോളജിക്കൽ അനാലിസിസ് ഇൻ ടു എ ഗ്രേറ്റ് തിയേറ്റർ. അതായത് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന, മൈൻഡിനെ പ്രൊവോക്ക് ചെയ്യിക്കുന്ന രീതിയിൽ കഥയോ നാടകമോ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വല്ലാത്തൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ഹിസ് സ്റ്റോറീസ് യൂസ് ടു ടച്ച് ദ മൈൻഡ് ഇൻ എ സൈക്കോളജിക്കൽ വേ. അതായത് വി ആർ ആക്ച്വലി ഫോഴ്സ് ടു തിങ്ക് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് എ മൈൻഡ്. നമ്മുടെ ചിന്തകളെ പറ്റിയൊക്കെ, അതിൻ്റെ വർക്കിംഗ് മെക്കാനിസത്തിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ തോന്നിപ്പോകും ഇങ്ങനത്തെ കഥകളോ നാടകങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ. സോ ദാറ്റ് വാസ് എ സ്പെഷ്യാലിറ്റി അബൌട്ട് ഹിം. ഹി ഹാസ് റിട്ടൺ ട്രാജിക് ഫാർസസ് ആൻഡ് ആർ ഓഫൻ സീൻ എസ് ഫോർറണ്ണേഴ്സ് അബ്സർഡ് തിയേറ്റർ. അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഫേമസ് മൂവ്മെൻ്റ് ആയിട്ടുള്ള അബ്സർഡ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് സംതിങ് ഇൻ ഡീറ്റെയിൽ. ഇറ്റ്സ് അബൌട്ട് ഇൻ എ വൺ ലൈൻ പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ മീനിങ്ലെസ്നെസ് ഓഫ് വാർ, ഓഫ് ദ വേൾഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. ആ സമയത്തുണ്ടായ ഒരു മാറ്റങ്ങൾ കാരണം ജീവിതം എത്ര ഹോപ്പ്ലെസ് ആണ് അല്ലെങ്കിൽ മീനിങ്ലെസ് ആണ് എന്ന് പിക്ചറൈസ് ചെയ്തിരുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അബ്സർഡ് തിയേറ്റർ. അത് ഭയങ്കര വലിയ സെൻസേഷൻ ആയിരുന്നു. അതിലേക്കുള്ളൊരു മുന്നോടി അല്ലെങ്കിൽ ഒരു ഫോർ റണ്ണർ എന്ന രീതിക്ക് നമുക്ക് പിരാൻഡെല്ലോയെ കാണാൻ പറ്റും. ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് മോഡേണിസ്റ്റ് പ്ലേ സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് എൻ ഓത്തർ. ആളുടെ ഏറ്റവും ഫേമസ് പ്ലേ എന്ന് പറയുന്നത് സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് എൻ ഓത്തർ ആണ്. ദിസ് പ്ലേ ആക്ച്വലി ഡെമോൺസ്ട്രേറ്റ്സ് ദി ഇമ്പാക്ട് ഓഫ് റിലേറ്റിവിസം ഇൻ മോഡേൺ തോട്ട്. ഇറ്റ് ഈസ് ആക്ച്വലി, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ, മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. He explored, he's a writer, he always kept exploring the nature of subconscious mind in his works. അതായത് നമുക്ക് മൈൻഡിന് 3 ലെയർ ഉണ്ടെന്നാണല്ലോ പറയാം. ദി സബ് കോൺഷ്യസ്, ദി അൺകോൺഷ്യസ് ആൻഡ് ദ കോൺഷ്യസ്. സോ ഇതിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന, നമ്മൾ കോൺടാക്റ്റിലുള്ളത് ഇതിലാകെ കോൺഷ്യസ് മൈൻഡിനോടാണ്. ആൻഡ് ദർ ഇസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. സോ ഇതിന് രണ്ടിന് നടുക്ക് നിൽക്കുന്ന ഒരു ലെയറാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ആ സബ് കോൺഷ്യസ് ലെയറിനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ റൈറ്റിംഗ് സ്റ്റൈലുള്ളൊരു വ്യക്തിയാണ് പിരാൻഡെല്ലോ. ഹിസ് സൺ ഓൾസോ ഹാഡ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ വാർ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടെ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ദ ടൈറ്റിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡെക്കറേറ്റീവ് ടൈറ്റിൽ അഗൈൻ, ഇറ്റ്സ് ആക്ച്വലി ഇൻറ്റൻഷണൽ ഇൻ പർപ്പസ്. വാറിനെ പറ്റി അല്ലെങ്കിൽ വാർ കാരണം ഉണ്ടായേക്കാവുന്ന കുറേ ചിന്തകളെ പറ്റി സംസാരിക്കുന്ന കഥയാണ്. സോ ഇറ്റ് സെർവ്സ് റൈറ്റ്, ദ ടൈറ്റിൽ ഹാസ് എ വെരി purposive nature here. It serves the purpose. It actually talks about, ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ എന്താണ് കഥയുടെ ഹാർട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സോ കമ്മിങ് ഇൻ ടു ദി ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സ്റ്റോറി. എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് മതി. ഇറ്റ് ഹാസ് ബീൻ വെൽ പുട്ട്, വെരി ബ്രില്യൻ്റ്ലി പുട്ട്. War is actually a short story which was published in 1918, which is a meditation on human response in the face of war and death. The story focuses its attention on a group of people on a train who either have their loved ones fighting in the war or have lost a loved one due to war. A couple boards the night train to Rome to see of their only son who has been deployed on the front lines. The story unravels through the conversations between the passengers. As the story progresses, Pirandello raises questions about the nature of laws and how for each individual their own loss seems more substantial than of the other. So war എന്ന് പറയുന്നത്, we are actually not going into the heart of the war. We are actually taken to the concept of war ത്രൂ എ ജേർണി. നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ജേർണിയിലൂടെയാണ്. ആ ട്രെയിൻ ജേർണിക്കകത്തെ ആ ഒരു യാത്ര എങ്ങനെയാണ് വാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവ്രിബഡി ഇൻസൈഡ് ദ ട്രെയിൻ ഹാസ് വൺ ഓർ ദി അതർ പേഴ്സൺ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു വാർ. ഒന്നെങ്കിൽ അവിടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വാറിലുണ്ടാവും, അല്ലെങ്കിൽ അതായത് ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും കൊലടക്കം സൃഷ്ടിച്ച വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലേ ആ വാറിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ആൾക്കാർ ഉള്ള ഒരു ട്രെയിൻ ആയിരുന്നു അതിനകത്ത്. സോ വൺ ഓർ ദി അതർ വേ ദ പീപ്പിൾ, എവ്രിബഡി ഇൻസൈഡ് ദ ട്രെയിൻ വർ കണക്റ്റഡ്. സോ യൂസിങ് ദിസ് ആസ് എ ബാക്ക്ഗ്രൗണ്ട്, പിരാൻഡെല്ലോ ഇസ് ആക്ച്വലി ട്രൈങ് ടു ടോക്ക് ടു അസ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. എങ്ങനെയാണ്
ഓരോ ഇൻഡിവിജ്വലിനും അവനവൻ്റെ മാത്രം സങ്കടങ്ങൾ വളരെ വലിയൊരു സങ്കടമായി മാറുന്നത്. സോ വി ആർ ബീങ് സെൽഫിഷ്ലി കൺട്രോളിങ് ആ മൈൻഡ് ആക്ച്വലി. സോ അതായത് എനിക്കൊരു സങ്കടം വരുമ്പോൾ ഇനി എനിക്ക് ജീവിതമില്ല എന്ന് തോന്നുന്നവരോട് ഹി very brilliantly brings together every other human who has one or the other pain, and he creates a scene where everybody discusses their pain to make us realize ആരുടെയും വേദന ഒന്നുമല്ല in comparison to the others. There's nothing called bigger and smaller. Every pain is pain, and at the end of the day we have to be empathetic to the others as well. അങ്ങനെ ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഒപ്പം ഇതിൻ്റെ ഒപ്പം ചോദിച്ചു പോകുന്നുണ്ട് വാർ ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യവും ചോദിച്ചു പോകുന്നുണ്ട്. So that is that about the introduction. Going into the text, the passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano in order to continue their journey by the small old-fashioned local joining the main line with Sulmona. So the story is actually happening inside the vicinity, inside the suburbs of Rome. So the train is actually leaving from a certain part of Rome towards a certain part of Rome. So there കുറേ ആൾക്കാർ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ് റോമിലേക്ക് എത്തുന്ന ഒരു ട്രെയിനിന് വേണ്ടിയിട്ട്. So at dawn, the time of the story is dawn. In a stuffy and smoky second-class carriage in which 5 people had already spent the night, a bulky woman in deep mourning was hoisted in, almost like a shapeless bundle. Behind her, puffing and mourning, followed her husband, a tiny man, thin and weakly, his face death white, his eyes small and bright and looking shy and uneasy. Having at last taken a seat, he politely thanked the passengers who had helped his wife and who had made room for her. Then he returned to the woman, trying to pull down the collar of her coat, and politely inquired, "Are you all right, dear?" The wife, instead of answering, pulled up her collar again to her eyes so as to hide her face. "Nasty world," muttered the husband with a sad smile. He felt it his duty to explain to his travelling companions that the poor woman was to be pitied, for the war was taking away from her only son. So we are being introduced to the സെറ്റിംഗ് ഓഫ് ദ സീൻ. എന്താണ് ആ കഥയുടെ ഒരു മൂഡ് എന്താണെന്നൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സോ സം പീപ്പിൾ വെയിറ്റിംഗ് ഫോർ എ സർട്ടൻ ട്രെയിൻ ടു റോം അറ്റ് എ സർട്ടൻ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി കപ്പിളാണ്, ഒരു ഓൾഡ് ഏജ് കപ്പിളാണ്. ആൻഡ് അവരുടെ വിശേഷണങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പറ്റി ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഇസ് എ വെരി സ്മോൾ തിൻ മാൻ, ദ വൈഫ് ഇസ് ആക്ച്വലി എ ബൾക്കി ഹെവി വുമൻ. സോ ബോത്ത് ആർ ഇൻ മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഫിലാണ്, സങ്കടത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ഒക്കെയുള്ള ദുഃഖാചരണത്തിനെയാണ് നമ്മൾ മോർണിംഗ് എന്ന് പറയുക. അതുപോലെയുള്ള രീതിയിലുള്ള വികാരത്തോട് കൂടിയാണ് ഇവർ രണ്ടുപേരും കയറുന്നത്. സോ വി ഡോണ്ട് നോ, വി ആർ ആക്ച്വലി ക്യൂരിയസ് വാട്ട് ഇസ് ഹാപ്പനിങ്, വാട്ട് ഇസ് റോങ്. സോ ദ ലേഡി ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ക്രൈയിങ് ആൻഡ് ഷീസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് എ സീറ്റ് ഫോർ ഹർ ഇൻസൈഡ് ദ ക്രാംഡ് ക്യാരേജ്. അത് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ക്യാരേജ് ആയിരുന്നു. അതിനകത്തേക്ക് കയറിപ്പെടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ കയറി വന്നു. And the other passengers helped her to find a seat. So the man helped her also to be seated, and then goes and thank everybody. ഇതിൻ്റെ ഇടയ്ക്ക് ആ വൈഫിനോട് പോയി ചോദിക്കും താൻ ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ വൈഫ് മറുപടിയും പറയുന്നില്ല. ഷീ സീംസ് റൂഡ് അലോങ് വിത്ത് ബീങ് ഗ്രീഫ്. അപ്പം ഇതെല്ലാം എന്താ സംഭവം എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോടെ നിൽക്കുമ്പോൾ ഹസ്ബൻഡ് കംസ് ടു അസ് കംസ് ആൻഡ് ആക്ച്വലി എക്സ്പ്ലെയിൻസ് ദ സീൻ ടു അസ്. ഹി സേസ് ദാറ്റ് she is like that because the war is actually taking away her only son. ഇവർക്ക് രണ്ടുപേർക്ക് ആകെ ഒരൊറ്റ മോനേ ഉള്ളൂ. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ളൂ കുട്ടിക്ക്. ആൻഡ് വാറിന് വേണ്ടിയിട്ട് വാറിലേക്ക് പോവാണ്. അതിൻ്റെ സങ്കടമാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ മുഖത്തും ആളുടെ മുഖത്തൊക്കെ കാണുന്നത്. A boy of 20 to whom both had devoted their entire life, even breaking up their home at Sulmona to follow him to Rome. They had to go as a student, then allowing him to volunteer for war with an assurance, however, that at least for 6 months he wouldn't be sent to the front, and now all of a sudden receiving a wire saying that he was due to leave in 3 days' time and asking them to go and see him off. So he's explaining the story. ഞങ്ങളുടെ ഒറ്റ കുട്ടിയാണ്, 20 വയസ്സ് മാത്രമേ ഉള്ളൂ, പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചപ്പോൾ അവനോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് മാത്രമാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ സമ്മതിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത വാശി തുടങ്ങി. കാരണം വാർ നടക്കല്ലേ, എല്ലാ യൂത്തിനും ഇപ്പോൾ വാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു പ്രൈം ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഹി ഓൾസോ സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് വിത്ത് ദി സെയിം. അങ്ങനെ മനസ്സോടെ ഒറ്റ മകൻ മാത്രമല്ല ഇവർ സമ്മതിച്ചു പൊക്കോട്ടെ. പക്ഷെ കണ്ടീഷൻ വെച്ചു, ആദ്യം തന്നെ എന്തായാലും ഫ്രണ്ട് ലൈനിലേക്ക് പോകരുത്. ഫ്രണ്ട് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ നടക്കുന്ന, അതായത് പലതരം ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആണല്ലോ ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫീൽഡ് വർക്ക് വരുന്ന രീതിയിൽ, അതായത് വാറിലേക്ക് ഡയറക്ട്ലി ഗോയിങ് ആൻഡ് ടേക്കിംഗ് ദ ഗൺ, ആ ഒരു സീൻ ഉണ്ടാവരുത്. ഹി ഹാസ് ടു ബി ഗിവൻ സർട്ടൻ ടൈം, എന്നിട്ട് വേണം അതിലേക്ക് എന്നുള്ള രീതിക്ക്. സോ ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു എഗ്രിമെൻറ്റിൽ ഇവരെല്ലാം സമ്മതിച്ചു. പക്ഷേ ഇറ്റ് സോ ഹാപ്പൻഡ് ദറ്റ് ഹി ഗോട്ട് ദ കോൾ ലെറ്റർ. ആൻഡ് ദ കോൾ ലെറ്ററിൽ പറയുന്നത് ഹി ഹാസ് ടു റിപ്പോർട്ട് അറ്റ് ദ വാർ സ്റ്റേഷൻ
so that he can be taken to front lines directly. 3 ദിവസത്തിനകം ഈ ലെറ്റർ കിട്ടിയ 3 ദിവസത്തിനകം അവിടെ വാർ സ്റ്റേഷനിൽ എത്തുകയും വേണം, ഫ്രണ്ട് ലൈനിലേക്ക് പോവുകയും വേണം. ഫ്രണ്ട് ലൈനിലാണ് ഡ്യൂട്ടി അസൈൻഡ് ആയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും ഈ പേരൻസിൻ്റെ വികാരം എന്നുള്ള ബാക്കി നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ദ ലേഡി ആൻഡ് ദ ഹസ്ബൻഡ് ഇസ് ലൈക്ക് how they are. The woman under the big coat was twisting and wriggling, at times glowing like a wild animal, feeling certain that all those explanations wouldn't have aroused even a shadow of sympathy from those people who most likely were in the same plight as herself. One of them, who had been listening with particular attention, said, ഓക്കെ, അപ്പം ഇത് ഈ കഥ പറയുന്നത് വൈഫ് കേൾക്കുന്നുണ്ട്. പക്ഷെ ആളുടെ ഉള്ളിലെ വികാരം എന്താണ്? എന്നെ പ്രതി സിമ്പതി ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്നെപ്പോലെ തന്നെ പല രീതിയിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലായത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി that lady is being talked about in detail, which means she's a sensible lady. She's able to understand the scene more than the husband. So പ്രതീക്ഷ പോലെ തന്നെ immediately comes a response from somebody. You should thank God that your son is only leaving now for the front. Mine has been sent there the first day of the war. He has already come back twice wounded and been sent back again to the front. What about me? I have 2 sons and 3 nephews at the front, said another passenger. Maybe, but in our case it's our only son. So നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഓരോരുത്തരും അവനവൻ്റെ സങ്കടങ്ങൾ വലുതെന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലേഡി പ്രതീക്ഷ സീൻ തന്നെ ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ വാർ തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് വാർ സ്റ്റേഷനിലാണ്. അതിനെ എന്ത് പറയാൻ പറ്റും? നിങ്ങളുടെ മകൻ ഇപ്പോഴല്ലേ പോകുന്നുള്ളൂ. സോ ഹി ഹാസ് എൻ ഐഡിയ എങ്ങനെയായിരിക്കാം അവിടുത്തെ അവസ്ഥ. ഇതൊന്നും അറിയാതെ 1ാമത്തെ ദിവസം മുതൽ എൻ്റെ മകനുണ്ട്. അടുത്ത ആൾ പറയാണ്, എൻ്റെ 2 ആൺമക്കളും 3 നെഫ്യൂസും ആ വാർ സ്റ്റേഷനിലുള്ളത്. അതല്ലേ ഇതിലും വലിയ ദുഃഖം. അങ്ങനെ ഓരോരുത്തർ കോമ്പറ്റീഷൻ പോലെ അവരുടെ ദുഃഖങ്ങൾ വലുതായിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സേസ് ദ ഹസ്ബൻഡ്, മേ ബി ബട്ട് ഇൻ ആ കേസ് ഇറ്റ്സ് ഓൺലി സൺ. ഞങ്ങൾക്ക് ആകെ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് 2 മകനും 3 പേരക്കുട്ടികളൊക്കെ ഉണ്ടെന്നല്ല, 3 മരുമക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് എന്നുള്ള രീതിക്ക് ഹി ഈസ് ആക്ച്വലി അഗൈൻ കൗണ്ടറിങ് ദറ്റ് നോ, മൈ പെയിൻ ഇസ് ബിഗർ. What difference can it make? Immediately comes a response. You may spoil your only son with excessive attention, but you cannot love him more than you would all your other children if you had any. Paternal love is not like bread that can be broken into pieces and split among his children in equal shares. A father gives all his love to each one of his children without discrimination, whether it be 1 or 10. And if I am suffering now for my 2 sons, I am not suffering half for each of them but double. True, sighed the embarrassed husband, but suppose a father has 2 sons at the front and he loses one of them, there's still one left to console him while. Okay, so here comes a response. നിങ്ങൾക്ക് 2-3 ആൾക്കാർ അവിടെ ഇല്ല, എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ, അതിനെ ഞാൻ പറഞ്ഞുവിടുന്നതെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കംസ് റെസ്പോൺസ്. അതെന്താ അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? 1, 2, 3 നമ്മൾ ഒരു ബ്രെഡ് മുറിച്ച് കൊടുക്കുന്നത് പോലെ സ്നേഹം ഡിവൈഡ് ചെയ്തല്ല ഓരോ മക്കൾക്കും കൊടുക്കുന്നത്. എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരേ സ്നേഹമാണ്. അതിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ഉള്ളത്? അവിടെ ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല എന്നുള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ പറയാണ് മറ്റൊരു വ്യക്തി. സ്റ്റിൽ മൈ പെയിൻ ഇസ് ബിഗർ എന്നുള്ള രീതിക്ക് വാദിക്കാൻ അടുത്ത ആൾ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഭർത്താവ് എന്താ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പറയും, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് 2 മക്കളുള്ളതിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരാളും കൂടി ഇല്ലേ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിൽ വീണ്ടും പറയാണ് എൻ്റെ പെയിനാണ് വലുതെന്നുള്ളത്. സോ ഹിയർ കംസ്, അത് വളരെ നോൺസെൻസിക്കലായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ്, നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. യെസ്, ആൻസർ ദി അതർ ഗെറ്റിംഗ് ക്രോസ്. A son left to console him, but also a son left for him who he must survive. While in the case of the father of an only son, if the son dies and the father die too, put an end to his distress. Which of the 2 position is worse? Don't you see how my case would be worse than yours? Nonsense, interrupted another traveler, a fat red. Okay, so നിങ്ങൾക്ക് 2 ഉള്ളതിൽ ഒരെണ്ണം പോയിക്കാൻ ഒരെണ്ണമെങ്കിലും ഇല്ലേ എന്ന് പറയുമ്പോൾ ആ മോശം കോമെൻറ്റിന് മറുപടി ആയിട്ട് പറയുകയാണ് ഒരാൾ, എന്ത് മോശം വർത്താനാണ് നിങ്ങൾ പറയുന്നത്? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പേരൻസ് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വേദന നമുക്ക് അവസാനിപ്പിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കേണ്ടല്ലോ എന്നുള്ള രീതിക്ക് വി ക്യാൻ എൻഡ് അപ്പ് പെയിൻ. ദാറ്റ് ഈസ് എൻ ഓപ്ഷൻ, ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ. പക്ഷേ വെൻ ഐ ഹാവ് 2 or 3 sons and I am losing one, I am forced to live for the other 2. ഞാൻ ബാക്കി 2 പേർക്ക് വേണ്ടി ജീവിക്കുകയും വേണം. പക്ഷെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മരിച്ചുപോയ മകനെ പ്രതി ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ ടു എൻഡ് അ പെയിൻ. ഞങ്ങളുടെ പെയിൻ ഇല്ലാതിരിക്കില്ല, ഇനി ഞങ്ങൾ മരണം വരെ ആ പെയിനോട് ജീവിക്കണം. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ബെറ്റർ? ഡു യു സ്റ്റിൽ തിങ്ക് ദാറ്റ് യുവർ പെയിൻ ഇസ് ബിഗർ ദൻ ആസ്? ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കംസ് ദ നെക്സ്റ്റ് പേഴ്സൺ, interrupted a traveler, a fat, red-faced man with bloodshot eyes of palest grey. ഒരു തടിയുള്ള ചുവന്ന ഭീകര കണ്ണുകളുള്ള ഒരു വ്യക്തി എന്തൊക്കെ നോൺസെൻസ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കയറി വരാം. സോ ദിസ് ഗുഡ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ക്ലൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുവരെ പല ആൾക്കാർ ചറപറ സംസാരിച്ചുകൊണ്ടിരുന്നു, അവരുടെ ഒന്നും ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞില്ല. പക്ഷേ വെൻ ഇറ്റ് കെയിം ടു ദിസ് പേഴ്സൺ ദെർ കംസ് എൻ എക്സ്ട്രാ physical description, which means that this person is also going to be an important character. Other than the couple, this person is going to be important.
സോ എന്താണ് സംസാരിക്കുന്നത് വെച്ചാൽ, he was panting from his bulging eyes, seemed to spurt inner violence of an uncontrolled vitality which his weakened body could hardly contain. Nonsense, he repeated, trying to cover his mouth with his hands so as to hide the two missing front teeth. Nonsense, do we give life to our children for our own benefit? The other traveller stared at him in distress, the one who had a son at the front since the first day of the war sighed, "You're right, our children do not belong to us, they belong to the country." അപ്പം എന്തൊക്കെ മോശം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അലറിക്കൊണ്ടിരുന്ന ആ വ്യക്തി വന്ന് ചോദിക്കുകയാണ്, നമ്മൾ മക്കളെ ഉണ്ടാക്കുന്നത് നമ്മളുടെ മാത്രം സന്തോഷത്തിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരമുള്ളതായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുകയാണ്. ഉടനെ പറയാണ് കേട്ടോണ്ടിരുന്ന ഒരു വ്യക്തി, ശരിയാ, നമ്മളെന്തിനാ ഇങ്ങനെ വിലപിക്കുന്നത്, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയുള്ളതല്ലോ, രാജ്യത്തിന് വേണ്ടിയുള്ളതല്ലേ എന്നുള്ള രീതിക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി പറയാണ് ഒരാൾ. ഇതിനെയും നോൺസെൻസ് ബോഷ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ് നമ്മുടെ ഫാറ്റ് ട്രാവലർ. വാട്ട് ഡസ് ഹി സേ? ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? അവർ സൺസ് ആർ ബോൺ because they must be born, and when they come to life they take their own life with them. Our own life with them. This is the truth. We belong to them, but they never belong to us. That is an important line. So, എന്തൊക്കെ മണ്ടത്തരമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ രാജ്യത്തിനെ പറ്റി ആലോചിക്കാറുണ്ടോ? ഇല്ല. വി മേക്ക് ചിൽഡ്രൻ ബിക്കോസ് വി വാണ്ട് ദം ടു കം. പക്ഷേ വലുതാവുമ്പോൾ അവർ മാറി പോവും. പക്ഷെ ഒപ്പം നമ്മളുടെ ഒരു പാർട്ട് ഓഫ് അവർ ഹാർട്ടും കൊണ്ടാണ് പോകുന്നത്. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വി ആർ ഫോർ ദം ആൻഡ് നോട്ട് ദേ ആർ ഫോർ അസ്. നമ്മൾ പേരൻ്റ് ആവാൻ ചൂസ് ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അവർ ഡ്യൂട്ടി ടു ഓൾവേസ് ക്രൈ ഫോർ ദം. അല്ലാതെ തിരിച്ചല്ല പ്രതീക്ഷിക്കേണ്ടത്. ദേ ആർ ഗോയിങ് ടു ഫ്ലൈ, ബട്ട് വി ആർ ഓൾവേസ് ഗോയിങ് ടു ലുക്ക് അപ്പ് ടു ദം. Understand this line, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള line. We belong to them, they do not belong to us. And when they reach 20, they're exactly what we were at their age. We too had a father and mother, but there were so many other things as well: girls, cigarettes, illusions, new ties, and the country. Of course, was call we would have answered when we were 20, even if father and mother had said no. Now, at our age, the love of our country is still great, of course, but stronger than it is the love for our children. Is there any one of us here who wouldn't gladly take his son's place at the front if he could? അപ്പം ആൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. സെൻസിബിൾ ക്വസ്റ്റ്യൻസ് ബാക്ക് ടു ബാക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വയസ്സായിരുന്നപ്പോൾ, ഇപ്പോൾ അവർക്ക് 20 വയസ്സാണ്, അവരെല്ലാം വാറിലേക്ക് പോകണം. ഇമാജിൻ യുവർ സെൽഫ് അറ്റ് 20. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ? നമുക്കും നമ്മുടേതായ ഒരു യൂത്ത്ഫുൾ ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ലേ? സോ ആ പ്രായത്തിൽ ഇതുപോലൊരു വാർ വരികയായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി യു വുഡ് ഹാവ് ഇമ്മീഡിയറ്റ്ലി ഗോൺ ഫോർ ദ വാർ, അല്ലേ? അങ്ങനെയുള്ള നമ്മൾ അതേ 20 വയസ്സ് കടന്നു വന്ന നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഇരുന്നിട്ട് നമ്മുടെ മക്കൾ 20 വയസ്സിൽ നമുക്ക് തോന്നി അതേ ആഗ്രഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എത്ര നോൺസെൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേ ഹാവ് ടു ലിവ് ദെയർ ഓൺ ലൈഫ്, റൈറ്റ്? സോ വാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രായത്തിൽ, നമ്മുടെ ആ 20-ആം വയസ്സിൽ വാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയേനെ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇമോഷൻ. സോ ദേ ആർ at that age right now. ഇവർക്ക് അവരുടെ പ്രായം ഇപ്പോൾ അതാണ്. സോ ദേ ആർ ഗോയിങ് ടു ഗോ. There was silence all around, everybody nodding as if to approve. Why then, continued the fat man, shouldn't we consider the feelings of our children when they are 20? Isn't it natural that at their age they should consider the love for their country? And speaking of decent boys, of course, even greater than the love for us. Isn't it natural that it should be so? As after all, they must look upon us as upon old boys who cannot move anymore and must stay at home. If country exists, if country is a natural necessity like bread, of which each of us must eat in order not to die of hunger, somebody must go to defend it. And the sons go when they are 20, and they don't want tears, because if they die inflamed and happy. So he comes to this heart of the question. So 20-ആം വയസ്സിൽ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അവർ പോട്ടെ. കാരണം ആലോചിച്ച് നോക്കൂ, കൺട്രി എന്ന് പറയുന്നത് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. നമുക്ക് നമ്മുടെ അന്നം പോലെയാണ്. അന്നം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അന്നത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുക, അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് പോലെ തന്നെയാണ് കൺട്രിയും. ഇഫ് കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ, സംബഡി ഹാസ് ടു പ്രൊട്ടക്ട് ഇറ്റ്. സോ ഇറ്റ് ഈസ് നൗ ദെയർ കോൾ. ലെറ്റ് ദം ഗോ. ആ പോകുന്ന സമയത്ത് സങ്കടം കാണിക്കരുത്. കാരണം ഇഫ് ഇറ്റ് ദേ ഓൾറെഡി നോ ഇഫ് ദേ ഗോയിങ് ടു ഡൈ ഇൻഫ്ലെയിംഡ് ആൻഡ് ഹാപ്പി. അവർ സന്തോഷത്തോടെയാണ് ആ മരണം ഉൾക്കൊള്ളാൻ പോകുന്നത്. അപ്പം പേരൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ആകെ ഒരു മോട്ടോ ഉള്ളൂ, ദെയർ ഹാപ്പിനെസ്. സോ ഇഫ് ദ ഡെത്ത് ഇസ് അബൌട്ട് ദെയർ ഹാപ്പിനെസ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ദെയർ ഇസ് നോ അതർ ഓപ്ഷൻ. If one dies young and happy without having the ugly sides of life, the boredom of it, the pettiness, the bitterness of disillusion, what more can we ask for him? Everyone should stop crying. Everyone should laugh as I do, or at least thank God as I do. Because my son, before dying, sent me a message saying that he was dying satisfied at having ended his life in his best way he could have wished. That is why, as you see, I do not even wear mourning. So, അവർ പോട്ടെ, അവർ സന്തോഷത്തോടെ പോട്ടെ. അറ്റ്ലീസ്റ്റ് നമുക്കുള്ളൊരു അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് വി ക്യാൻ ബി ഹാപ്പി. അത് 20-ാമത്തെ വയസ്സിൽ പോയല്ലോ, ജീവിതത്തിൻ്റെ വൃത്തികേടുകളൊന്നും കണ്ട് സങ്കടങ്ങളൊന്നും അറിയാതെ പോകാൻ പറ്റിയല്ലോ, എന്തെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അങ്ങനെ എല്ലാത്തിനും, കാരണം നമ്മൾ പേരൻസിൻ്റെ ആകെ ഒറ്റ മോട്ടീവേ ഉള്ളൂ, ദെയർ ഹാപ്പിനെസ്.
So if their death is going to give them happiness, let them go happy. ഇതൊക്കെ ഞാൻ പറയുന്നത് വെറുതെ ലെക്ചറായി മാത്രം എടുക്കരുത്. കാരണം ഐ എം ടോക്കിംഗ് ആഫ്റ്റർ ലൂസിങ് മൈ സൺ ടു ദ വേൾഡ്. ആളുടെ മകൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് ഈ വ്യക്തിക്ക് അയച്ചു, ഐ ആം ഗോയിങ് ഹാപ്പിലി എന്നുള്ളത്. ആ തിരിച്ചറിവിൻ്റെ പുറത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് ഇമാജിൻ ദറ്റ് ഐ എം ബീങ് എ സെൽഫിഷ് പേഴ്സൺ അല്ലെങ്കിൽ എ തേർഡ് പേഴ്സൺ ഹൂസ് ആക്ച്വലി ടോക്കിംഗ് ഇൻഡിഫറently. No, I am actually talking from experience. He shook his light phone cord as to show it. His livid lip over his messing teeth was trembling. His eyes were watery and motionless, and soon after he ended with a shrill laugh which might well have been a sob. Quite so, agreed the others. The woman who bundled in a corner under her coat had been sitting and listening, had for the last 3 months tried to find in the words of her husband and her friends something to console her in her deep sorrow, something that might show her how a mother should resign herself to send her son not even to death but to a probable danger of life. Yet not a word had she found among the many which had been said, and her grief had been greater in seeing that nobody, as she thought, could share her feelings. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയതായി സങ്കടപ്പെട്ട മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. വി ഹാവ് ടു ഇമാജിൻ ഹീസ് ആക്ച്വലി ടോക്കിംഗ് ആഫ്റ്റർ ലൂസിങ് ഹിസ് ഓൺലി സൺ. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന വേറൊരു വ്യക്തിയുണ്ട് സൈലന്റിൽ, ദ വൈഫ് ഇസ് ആക്ച്വലി സ്ലോലി റിയാക്ടിങ്. കാരണം കഴിഞ്ഞ എത്ര സെൻസിബിളാണ് ആ ലേഡി എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഷീസ് ആക്ച്വലി സെർച്ചിങ് ഫോർ എ റീസൺ. ഇതുപോലത്തെ ഞാൻ എൻ്റെ മകനെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മരണത്തിലേക്ക് പറഞ്ഞു വിടാൻ പോകും, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം, അതിനൊരു ഉത്തരം തരൂ എന്നുള്ള രീതിക്ക് ആക്ച്വലി ഷി വാസ് ലുക്കിംഗ് ഫോർ എൻ ആൻസർ. വൈ ഷുഡ് ഐ ബി ഹാപ്പി, അല്ലെങ്കിൽ വൈ ഷുഡ് ഐ ഫീൽ അറ്റ് പീസ് വിത്ത് സെൻഡിങ് മൈ ഓൺലി സൺ ടു ഡെത്ത് ഓർ ഡേഞ്ചർ. വോറെന്ന് പറഞ്ഞാൽ അതാണല്ലോ. അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് വിടുന്നതിൽ ഞാൻ എന്ത് ന്യായമാണ് കാണേണ്ടത് ഒരു അമ്മ എന്ന നിലയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഈ ഒരു സംഭാഷണം കേട്ടപ്പോൾ കുറച്ച് മൂവിങ് ആയി തോന്നി. The words of the traveler amazed and almost stunned her. She suddenly realized that it wasn't the others who were wrong and couldn't understand her but herself, who would not rise up to the same height of those fathers and mothers willing to resign themselves without crying, not only to the departure of their sons but even to their death. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ദാറ്റ് ആസ് ബീങ് എ മദർ അല്ലെങ്കിൽ എ ഫാദർ അല്ലെങ്കിൽ എ പേരൻറ്റ്, ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു ഫോർ മൈ ചൈൽഡ്. ഈവൻ ദെയർ ഡെത്ത് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ഇൻ ടേംസ് ഓഫ് ദെയർ ഹാപ്പിനെസ്. അവരുടെ സന്തോഷം ആ ഡെത്തിലാണെങ്കിൽ ആ രീതിയിൽ ഞാൻ അതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ ഒരു സംഭാഷണം ഈ സ്ത്രീ എത്തിച്ചു. ഷീസ് ലൈക്ക് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ നൗ. She lifted her head. She bent over from her corner, trying to listen with great attention to the details which the fat man was giving to his companions about the way his son had fallen as a hero for his king and his country, happy and without regrets. It seemed to her that she had stumbled into a world she had never dreamt of, a world so far unknown to her, and she was so pleased to hear everyone joining in congratulating the brave father who could so stoically speak of his child's death. Then suddenly, just as if she had heard nothing of what had been said, and almost as if waking up from a dream, she turned to the old man saying, സോ ഇതൊക്കെ കേട്ട് ഒത്തിരി ആലോചിച്ച് ആളൊരു കൺവിൻസിങ് ആയിട്ട് എത്തിയിട്ട് ആൾ എഴുന്നേറ്റ് നമ്മുടെ ആളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇസ് യുവർ സൺ റിയലി ഡെഡ്? അപ്പോൾ സത്യമായിട്ടും നിങ്ങളുടെ മകൻ മരിച്ചു പോയോ, ഇല്ലേ, ഇനി ജീവിതത്തിൽ ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാം. That became a very important question. കാരണം everybody stared at her. The old man too turned to look at her, fixing his great bulging horribly watery light grey eyes deep in her face. For some little time he tried to answer, but words failed him. He looked at her almost as if only then, at that silly incongruous question, he had suddenly realized at last that his son was really dead, gone for ever and ever. His face contracted, became horribly distorted. Then he snatched in a haste a handkerchief from his pocket, and to the amazement of everyone broke into harrowing, heart-rending, uncontrollable sobs. So this question did the job. Is he dead എന്നുള്ളത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഒരു അച്ഛനോട് ചോദിച്ചപ്പോൾ വാട്ട് ഹാപ്പൻ? ഇത്രയും നേരം ലെക്ചറും പ്രഭാഷണമൊക്കെ ആയി നിന്ന വ്യക്തി ലോസ്റ്റ് ഹിസ് മൂഡ്. ഹി സ്റ്റാർട്ടഡ് ക്രൈങ് അൺകൺട്രോളബിളി. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദിസ് ടൈം ഹീ വാസ് ആക്ച്വലി ട്രൈങ്. എത്രയൊക്കെ ലെക്ചർ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ ആ മരണത്തിനെ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാലും ശരി, ഒരു പേരൻറ്റിന് എത്ര വന്നാലും സഹിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ് മക്കളുടെ നഷ്ടം എന്ന് പറയുന്നത്. സോ അപ്പ് അണ്ടിൽ നൗ ഈ ഒരു മനുഷ്യൻ ആ ഒരു മകൻ അയച്ചു എന്ന് പറയുന്ന ലെറ്ററിൻ്റെ വികാരം ഉൾക്കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മരിച്ചുപോയി എന്നുള്ളൊരു സംഗതിയെപ്പറ്റി ആലോചിക്കാനോ അതിനെപ്പറ്റി വിഷമം കാണിക്കാനോ ആൾ റെഡി ആയിട്ടില്ല. മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതിനു മുന്നേ ഹി സ്റ്റാർട്ടഡ് ഫൈറ്റിങ്. അതായിരുന്നു ആളുടെ സർവൈവൽ മെക്കാനിസം. ആളുടെ ഈ ഫൈറ്റിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ ആരും ഒന്നും ചോദിക്കുന്നുമില്ല. സോ ഹീസ് എ ബ്രേവ് മാൻ എന്നുള്ള രീതിക്കാണ് ചുറ്റുമുള്ള ഒരാൾ റെസ്പെക്റ്റോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ only a parent understand a parent. So here comes a lady with the right question at the right time. So your son is dead. That is what you're telling me.
So that question struck the right chord for the man. And he finally sat down crying. അന്ന് ആ ലെറ്റർ വായിക്കുമ്പോൾ കരയേണ്ട കരച്ചിൽ ഇന്ന് ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ആളിരുന്ന് വിതുമ്പി കരഞ്ഞു. സോ ദിസ് ഇസ് ദ സം ആൻഡ് ടോട്ടൽ ഓഫ് ദ സ്റ്റോറി. വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പ്ലീസ് റീഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക് അപ്പ് ദ സമ്മറി.